അസ്സലാമലൈക്കും മക്കളെ. ഇതേ നമുക്ക് ഈ രണ്ടൊക്കെ ഉണ്ട്, അത് പറിച്ചെടുക്കാം. ഓക്കെ. എങ്ങനെ പറിക്കുക? പറിക്കാം. വരണം പറിച്ച് വേണ്ട വരണം പറിച്ചിട്ടാ ഇനി പറിക്കാം. ഇതെങ്ങനെ പറിക്കാം? ഇതുണ്ട് ഉണ്ടാ രണ്ടാമത്തെ. ഇത് പറിച്ച് മക്കളേക്ക്. ഇത് മൂത്തായില്ലല്ലേ, ഇപ്പം രണ്ടായി. പറിക്കാനേ കൈ കൊണ്ടേ അവിടെ പറിച്ചെടുക്കട്ടെ. ദേവറിനോട് പറിച്ചിട്ടാ 3 കിട്ടി. നമുക്ക് ഇനി പച്ചമുളക് നോക്കാം. പച്ചമുളക് കണ്ട പച്ചമുളക് തുടങ്ങി പറിക്കാം. പച്ചമുളക് പറിച്ചെടുക്കാമല്ലേ. അവിടെ മൂത്താന്ന് ഇപ്പുറത്തേക്ക് ക്യാമറ വെച്ചാൽ പിടിക്കാം. പറിക്കല് ഇതിൽ കത്രിക ഉണ്ടെന്നെങ്കിൽ പറിക്കായിരുന്നു. പച്ചമുളക് എല്ലായിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? ഇപ്പോൾ വീട്ടിലുണ്ട് പച്ചമുളക്. ഇപ്പോൾ വേണ്ട, നല്ല 2-3 പറിച്ചേക്കാം. ഉണ്ട് 4 പറിച്ച്. ഇനി നമുക്ക് കോവക്ക പറിക്കാം. പോരെ. മുന്തിരി ഉണങ്ങിയിട്ട് പിന്നെ വളർന്നു തന്നെയുണ്ട് കേട്ടോ. ഇത് നോക്കി. അല്ല, മുന്തിരി വളർന്നു തന്നെ ഉണ്ട്. കായില്ല. കായുണ്ടോ? ഇല്ല. ഇച്ചിരി കൂട്ട് വലുതാകണം. എന്താ പറയുക? കോവയ്ക്കാം. കോവക്ക പറിക്കാം. 1 2. ഇത് രണ്ടാമത്തെ ഞാൻ തിന്നട്ടെ. 3 4 കുറേ ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ബഹളയാണ്. ഞാൻ ബഹളം അടിച്ചാൽ കിട്ടൂല. ക്ഷമ ഇല്ലേ. നോക്കിയാൽ വലിയ കോവക്ക. പേരൊക്കെ ഒന്ന് പുഴു കുത്തിപ്പോയി, ചീറ്റായിപ്പോയി. പറിക്കാതെ മഴയത്ത് കിടന്ന് നമുക്ക് ഒരു തോരനുള്ള കോവക്ക പറിക്കാം കേട്ടോ. അതെ, പല സ്ഥലത്തായിട്ട് കിടക്കണേ. ഇതാണ് നമ്മുടെ കൃഷിയിടം. മനസ്സിലായോ? കൃഷിയിടത്ത് ഈ മൊബൈലും ഇതും കൂടെ എങ്ങനെ പിടിക്കണം. എനിക്കത് പിടിക്കാനേ ബുദ്ധിമുട്ട്. അത് ഞാൻ പറിച്ചിട്ട് കാണിച്ചു തന്നാൽ മതി. അതെ, നമ്മുടെ നെല്ലിപ്പുളി ഉണ്ട്. അതിൽ 3-4 ഉണ്ടായിരുന്നു. ഒക്കെ ഞാൻ പറിച്ചു. ഞങ്ങൾക്കിപ്പോൾ 2 പേർക്ക് ഒരു തോരൻ വെക്കാനേ അധികമൊന്നും വേണ്ട. കുറച്ച് 5-6 കോവക്കയുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ മുരിങ്ങയിലുണ്ട്, പിന്നെന്താ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇപ്പം നോക്കുമ്പോൾ കാണൂല. ഞാൻ അറിയാതെ ഇങ്ങനെ വരുമ്പോഴേക്കും അവിടെ ഇവിടെയൊക്കെ കോവക്ക ഉണ്ടാവും. ഇപ്പോൾ നോക്കുമ്പോൾ എവിടെയും തോന്നണില്ല കേട്ടോ. ഞാൻ തന്നെ ഓർക്കുകയോ എന്തോരം കോവക്ക. ഇത് വേണ്ട, കോവക്ക ഉണ്ട്. ഞാൻ പറിച്ച് കഴിഞ്ഞിട്ട് ഉണക്കി പോരെ. മതിയാ.